ആരോഗ്യമന്ത്രി എന്ന നിലക്ക് പൂർണ്ണമായിട്ട് 100% പിഴവാണ്, 100% പരാജയമാണ് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോ 4 വർഷമാവാനായല്ലോ സംഭവിച്ചിട്ട്. എന്നിട്ട് ഇത്രയും കാലം കൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലൊരു നീതി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. പിന്നെ എന്ത് നൽകിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഇത്രയും വലിയ ഒരു ദുരിതം സംഭവിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാനാവാതെ ഞങ്ങളെല്ലാ ഇടപെടലുകളും നടത്തി ഞങ്ങളെല്ലാം അങ്ങനെ പൂർത്തിയാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന മനുഷ്യരൊക്കെ മണ്ടന്മാരാണ് എന്നാണോ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ പറയുന്നു നിയമ നടപടിയിലൂടെ നമുക്ക് ഉറപ്പാക്കുന്നു. നിയമ നടപടി എന്ന് പറഞ്ഞാൽ ഇവർ 3 അന്വേഷണം അന്വേഷിച്ചിട്ടും എങ്ങും എത്താത്ത സമയത്താണ് ആഭ്യന്തര വകുപ്പിന് കൈമാറുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസാണ് അന്വേഷിച്ച് കണ്ടെത്തി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് സംഭവിച്ചതെന്ന് എല്ലാ തെളിവുകളോടും കൂടി റിപ്പോർട്ട് സമർപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? റിപ്പോർട്ട് വരട്ടെ എന്ന് ആദ്യം പറഞ്ഞു. റിപ്പോർട്ട് വന്നു, കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ട് എന്ത് നടപടി എടുത്തു? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. എന്ത് നടപടി എടുത്തു? അതിലെന്ത് ഒരു പരിഹാരം നമുക്ക് കാണാൻ? അതിനുശേഷം ഒരക്ഷരം മന്ത്രി മിണ്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോ ഒക്കെ മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചതാണ്. അതിനുശേഷം ഒരു സംസാരം, ഒരു വർത്താനം ഹർഷനെ പറ്റി പറയാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, ഈ ഏടാകൂടം പിടിച്ച തൊഴിൽ വകുപ്പ് എനിക്ക് വേണ്ടെന്ന്. വല്ല കൃഷിയോ സ്പോർട്സോ ഒക്കെ ആയിരുന്നെങ്കിൽ വലിയ ശല്യമില്ലാതെ കഴിയാമായിരുന്നു. പറയുന്നത് മുഴുവൻ ഞങ്ങൾക്ക് എന്ത് പിഴവ് സംഭവിച്ചു എന്ന്. പിഴവുകളെ സംഭവിച്ചിട്ടുള്ളൂ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കെ. അല്ലെ, നമ്മക്കാണോ കത്രിക വയറിൽ കുടുങ്ങിയ നമ്മളാണോ അല്ലെങ്കിൽ പിഴവുകാര്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടേഴ്സിന് ഇവിടെ പിഴവില്ല. ഇപ്പൊ ഇന്നത്തെ കേസിലും അതാ ഇന്ന് രാവിലെ വാർത്ത കണ്ടു, ഡോക്ടേഴ്സിന് പിഴവില്ലാന്ന്. പിന്നെ ആർക്കാ ഇവരെ വിശ്വസിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയ നമ്മക്കാണോ പിഴവ് സംഭവിച്ചത്? ഇത് നിനക്ക് ഉപകരിക്കും. അപ്പൊ ഇതിനൊരു പരിഹാരമാവാതെ എന്തായാലും നമ്മൾ പുറകോട്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ ഒരു ദുരുദ്ദേശവും ഇല്ല. നമ്മളെ പ്രശ്നത്തിനൊരു പരിഹാരം ആയേ പറ്റും. ഇനി ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരരുത് എന്ന് അത്രയും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത്.